തകരാർ പരിഹരിച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കുകയാണ്. ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ആണ് പുറത്തിറക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്ത്, തകരാർ പരിഹരിച്ചു, പൂർണ്ണമായും പറക്കലിന് സജ്ജമായോ F-35 വിമാനം? അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, സാങ്കേതിക തകരാർ പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിഹരിച്ച ഉടൻ തന്നെ പരീക്ഷണ പറക്കൽ നടക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാരണം രണ്ട് രീതിയിൽ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഒന്ന്, ഇവിടെ നിന്നും പറത്തിക്കൊണ്ട് തന്നെ പോകാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ അതിനനുബന്ധമായിട്ട് അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ബ്രിട്ടനിൽ നിന്നുള്ള യുദ്ധവിമാനം വഴി കൊണ്ടുപോകാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്തായാലും ഹാങ്ങറിൽ നിന്നും വിമാനം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. വിമാനം പുറത്തെത്തിക്കുന്ന ഒരു പൈലറ്റ് വാഹനമുണ്ട്, അതിന് പിന്നാലെ മറ്റൊരു വാഹനം, അതിന് തൊട്ട് പിന്നാലെയാണ് F-35B എന്ന ബ്രിട്ടൻ്റെ യുദ്ധവിമാനം കിടക്കുന്നത്. നിലവിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാകും തുടർന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക. ഇന്ന് തന്നെ കൊണ്ടുപോകുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷം നാളെ കൊണ്ടുപോകാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതിൽ ഈ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ടവരുടെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഏറെ നാൾ നീണ്ടുനിന്നൊരു അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിമാനം പോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. ജൂൺ 14 തീയതിയായിരുന്നു രാത്രി 9:30 തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത് യുദ്ധവിമാനം. അതിനുശേഷം സാങ്കേതികമായ തകരാർ ഉണ്ട് എന്ന കാരണം കൊണ്ടായിരുന്നു ഈ അടിയന്തര ലാൻഡിംഗ് നടത്താൻ ഇടയായ സാഹചര്യം ഉണ്ടാകുന്നത്. ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റ് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ഫ്യൂവൽ തീർന്നു എന്നത് കാരണം കൊണ്ടായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. എന്നാൽ ലാൻഡിങ്ങിന് ശേഷം പിന്നീട് പറക്കാൻ കഴിയാത്ത ഹൈഡ്രോളിക് സംവിധാനത്തിലടക്കം തകരാറ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വിമാനം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് നിർത്തിയിടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് 2-3 ഘട്ടങ്ങളിലായി സാങ്കേതിക സംവിധാനങ്ങൾ പരിഹരിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ എത്തിയെങ്കിൽ പോലും നടന്നില്ല. തുടർന്നാണ് വിദഗ്ധ സംഘം ബ്രിട്ടനിലെത്തി അവർ ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണികൾ നടക്കുകയും ചെയ്തു. തുടർന്ന് ഭാരത സർക്കാരും വിമാനത്താവളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. അങ്ങനൊരു സഹായം ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഹാങ്ങറിലേക്ക് മാറ്റുകയാണ്. ഹാങ്ങറിൽ മാറ്റി മറ്റു വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ്. അതിനുശേഷമാണ് ഇന്ന് വിമാനം വീണ്ടും പുറത്തേക്ക് എത്തിച്ചത്. അങ്ങനെ പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം പരീക്ഷണ പറക്കലടക്കം നടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിമാനം നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. തൊട്ടപ്പുറത്തൊരു വ്യോമസേന വിമാനവും ഉണ്ട്. ആ വ്യോമസേനയുടെ വിമാനവും തൊട്ടപ്പുറത്തായിട്ട് ഈ F-35ൻ്റെ വിമാനത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ ഭാരത വ്യോമസേനയുടെ ഒരു വിമാനമാണെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിമാനവും എത്തിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പരീക്ഷണ പറക്കൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷണ പറക്കൽ.